അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഈ അലന്തര കൈഫ കാന റബ്ബുക എന്നുള്ള സൂറത്ത് ഓതിയാല് കോലം മറിക്കൂല എന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ കോലം മറിക്കൂല എന്നുള്ളത് ഈ അനന്തര ഓതി കഴിഞ്ഞാൽ കോലം മറിക്കൂല എന്നുള്ളത് ഉണ്ടോ? അത് ദുന്യാവിലാണോ, അല്ല അതിന്റെ ഗുണം ആഖിറത്തിലും കോലം മറിക്കൂല എന്നാണോ? ഏതെങ്കിലും തഫ്സീറിൽ ഇമാമികൾ എവിടെയെങ്കിലും പറഞ്ഞതായിട്ടുണ്ടോ? സൂറത്തുൽ ഫീൽ, അതായത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്ത്, അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മെ കോലം മറിക്കപ്പെടൂല എന്ന് പറയുന്ന ഹദീസ് ഏതെങ്കിലും മുഫസ്സിരിങ്ങൾ ഈ സൂറത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില മുഫസ്സിരിങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് മൗലു ആണ്, റസൂലുള്ളാഹിന്റെ മേൽ നിർമ്മിതമാണ്, ശരിയല്ല എന്നുള്ളതും ഉലമാ പറയുന്നുണ്ട്. ഇപ്പൊ മഹാനായ ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ബൈലാവിയിൽ സൂറത്തുൽ ഫീൽ വിശദീകരിച്ചിട്ട് ഈ ഒരു ഹദീസ് റസൂലുള്ളാഹിന്റെ കൊണ്ടുവരുന്നുണ്ട്. തഫ്സീർ ബൈലാവിയുടെ 531 പേജിൽ കണ്ടോ, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ തൊട്ട് വന്നിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഫീൽ അഫാഹുല്ലാഹു അയ്യാമ ഹയാത്തിഹി മിനൽ ഖസ്ഫി വൽ മസ്ഖി. ആരെങ്കിലും സൂറത്തുൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെ തൊട്ടും അതുപോലെ തന്നെ കോലം മറിക്കലിനെ തൊട്ടും അവനിക്ക് അല്ലാഹു തആല സംരക്ഷണം കൊടുക്കും. അയ്യാമ ഹയാത്തി, ജീവിതകാലഘട്ടത്തിൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹിനെ തൊട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം മഹാനായ ഇമാം തഫ്സീർ ബൈലാവി ഇമാമിന് തഫ്സീർ ബൈലാവി വിശദീകരിച്ചുകൊണ്ട് അതിന് കശ് ചെയ്ത പണ്ഡിതന്മാരൊക്കെ ഇത് മൗലു ആണ്, ഇത് ശരിയായിട്ടില്ല, ഈ ഹദീസ് നിർമ്മിതാണ് എന്നും പറയുന്നുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹാഫിളാണ്, 1,00,000 ഹദീസ് മനപ്പാടുണ്ട്, അതുപോലെ തന്നെ മുഹദ്ദിസാണ്. അവിടുന്ന് തഫ്സീറുൽ ബൈലാവിക്ക് ആശയം ഉണ്ടാക്കിയിട്ടുണ്ട്. നവാഹിദുൽ അബ്കാർ എന്ന് പറയുന്ന പേരിൽ 12 വാള്യത്തിൽ, ഇതിന്റെ 12ാം വാള്യത്തിന്റെ 325 പേജിൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു മൗലൂഉൻ, ഈ ഹദീസ് നിർമ്മിതാണ്, ഇത് ശരിയല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തഫ്സീർ ബൈലാവിയുടെ വേറെ ഹഷിയാണ് ഹാഷിയത്തു ഷിഹാബ്, ഖാദി ഷിഹാബ് റഹിമഹുല്ലാ തങ്ങളുടെ, ഇതിനകത്തും ഇത് പറയുന്നുണ്ട്. ഇതിന്റെ 9ാം വാള്യം ഇതിന്റെ 569 പേജിൽ വഖൗലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും മൗലൂ, ഇത് ഹദീസും മൗലൂ ആട്ടോ, റസൂലുള്ളാഹിന്റെ മേൽ നിർമ്മിതാണ്. എത്രത്തോളം ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെട്ട ഗഡുസുള്ള പണ്ഡിതർ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന മഹാനായ ഖതീബ് ശർബീനി റഹിമഹുല്ലാ മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, ഉസൂലാണ്, അതുപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന ഫഖീഹാണ്, ഒക്കെയാണ് മഹാനവറുകൾ തഫ്സീറിന്റെ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സിറാജുൽ മുനീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പറയുന്ന തഫ്സീർ ഖതീബ് ശർബീനി, ഇതിനകത്തും പറയുന്നുണ്ട് ഹദീസ് മൗലൂ ആണ് എന്നുള്ളത്. ഇതിന്റെ 4ാം വാള്യം ഇതിന്റെ 687 പേജിലായിട്ട് ഈ ഹദീസ് കൊടുത്തിട്ട് പറഞ്ഞു ഹദീസ് മൗലൂ ആണ് എന്നുള്ളത്. ഭാഗത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഹദീസ് വന്ന സ്ഥലത്തൊക്കെ മഹാന്മാര് അത് നിർമ്മിതാണ്, റസൂലുള്ളാഹിന്റെ മേൽ നിർമ്മിതാണ് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ.